ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഇന്നും എൻ്റെ ഒരു ക്രാഫ്റ്റ് ജീവിതത്തിൽ എങ്ങനെയാണ് എൻ്റെ ഈവനിങ് പോകുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഞാനൊന്ന് അൺബോക്സ് ചെയ്യുകയാണ് കേട്ടോ. ഇതൊരു ഇൻസ്റ്റഗ്രാം സൈറ്റാണ് കേട്ടോ, ഫെറേട്ടോ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു കുറച്ച് ബേബി സെറ്റ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള സാധനങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പരസ്യവും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കുക. അത്യാവശ്യം റേറ്റ് കുറവാണ്, പിന്നെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാനൊരു 59 പ്രൊഡക്റ്റിൻ്റെ ഒരു സെറ്റായിരുന്നു ഇതിനകത്ത് ഓർഡർ ചെയ്തിരുന്നത്. അപ്പം അത്യാവശ്യം എല്ലാ സാധനവും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മദേഴ്സിൻ്റെ ഒന്നുമില്ല കേട്ടോ. അപ്പം കുറേ സാധനം കട്ട് ചെയ്ത് ക്ലോത്ത് ഐറ്റവും ബെഡ്ഷീറ്റും മാത്രമേ ഇതിനകത്ത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പം എല്ലാം നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി പ്രൊഡക്റ്റായിരുന്നു കേട്ടോ. അപ്പം വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ പരസ്യവും കാര്യങ്ങളും ഒന്നും അഡ്വർടൈസ്മെൻറ്റ് ഒന്നും അല്ല കേട്ടോ. അപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഞാൻ എൻ്റെ ജേണൽ എഴുതുവാണ് കേട്ടോ. അപ്പം ഇന്നും ഇതൊരു പതിവാണ് എൻ്റെ, മിക്കപ്പോഴും എഴുതാറുണ്ട്. പിന്നെ ചില സമയത്ത് മടി കാരണം ഒഴിവാക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് കീപ്പ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഏപ്രിൽ മന്തിൽ എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഏപ്രിൽ 5-നാണ് കേട്ടോ. അപ്പം ഏപ്രിൽ 5-നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പം ആ ഡേറ്റ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അതുപോലെ 11-നും ഉണ്ട് ആൻഡ് 26-നും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്തിടുവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇന്നത്തെ എല്ലാ ജേണലിൻ്റെ ഇന്നത്തെ കാര്യങ്ങൾ ഡെയിലി പ്ലാനറിൽ എല്ലാം എഴുതി വയ്ക്കുവാണ് കേട്ടോ. നമ്മളൊരു ജേണൽ എഴുതാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഡിസിഷനാണ് കേട്ടോ. നമ്മൾ ഡേയ്സ് കുറച്ച് പ്രൊഡക്റ്റീവായിട്ടിരിക്കും കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് എന്തൊക്കെ ഇന്ന് ചെയ്യാം, എന്തൊക്കെ നമ്മൾ ചെയ്തില്ല, എന്തൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ കുറച്ച് നമുക്ക് അറിയാൻ വേണ്ടി കൂടുതൽ നമുക്ക് ഈ ജേണൽ പോലുള്ള സംഭവങ്ങൾ സഹായിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ജേണലിൽ എഴുതുക എന്നുള്ളത് നിങ്ങളൊന്ന് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഏറ്റവും വലിയ ഡിസിഷൻ ആയിരിക്കും കേട്ടോ. അപ്പം എനിക്കും മടിയുണ്ട്, മടിയില്ലാതില്ല ആരും ഇല്ലല്ലോ. നമ്മൾ ഇടയ്ക്ക് ചെയ്യാൻ പഠിക്കും എന്നുള്ളതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ജേണലിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ മൂഡ് എങ്ങനെയായിരുന്നു, ടു ഡു ലിസ്റ്റ്, എൻ്റെ ഗോൾ, പിന്നെ എൻ്റെ വാട്ടർ ട്രാക്കർ ഉണ്ട് അതിനകത്ത്, പിന്നെ എൻ്റെ മെഡിസിൻ ടേക്കറുണ്ട്, പിന്നെ സെൽഫ് കെയർ. ഏകദേശം ഞാനതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ജേണൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കലും എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു മെമ്മറി നമുക്ക് കിട്ടും. ഇനി അതിന് ശേഷം ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ഡയറി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ചെയ്യാനുള്ള വീഡിയോ, ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ഈവനിങ് വ്ളോഗാണല്ലോ, അപ്പം അത് ജസ്റ്റ് ഒന്ന് എഴുതുവാണ് കേട്ടോ. അതിന് മുന്നേ ഒരു വീഡിയോ പെൻഡിങ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഇനി പിറകെ വരുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉടനെ ഇടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ കണ്ടൻറ്റ് ഓൾമോസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ നമുക്ക് നമ്മളെ ലൈഫ് എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം എന്നുള്ളൊരു ഇതിനെപ്പറ്റി 9 കാര്യങ്ങളുണ്ട്. അപ്പം അതിനെപ്പറ്റി ഞാനൊരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ അത് വേണ്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അതിനെപ്പറ്റി ഞാനെല്ലാം എഴുതി വയ്ക്കുവാണ്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ കാര്യം ഞാനിവിടെ എഴുതുവാണ് എൻ്റെ പ്ലാനറിൽ. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് പബ്ലിഷ് എഴുതും, പിന്നെ എൻ്റെ കറണ്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യം ഞാൻ എഴുതും കേട്ടോ. അപ്പോൾ നമുക്ക് ആ കയറും തോറും എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും ജസ്റ്റ് ഒന്ന് ഇതേപോലെ എഴുതി വയ്ക്കും കേട്ടോ. പിന്നെ ഈ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെപ്പറ്റി എഴുതുന്ന എല്ലാം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത ശേഷമായിരിക്കും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത പരിപാടി ടേബിൾ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്കെച്ച് പെന്നും എൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ ഇതുപോലെ ഒതുക്കി വയ്ക്കുകയാണ്. ഇനി മുന്നേ ചെയ്യാൻ വെച്ചിരുന്ന ഒരു ക്രാഫ്റ്റ് ഇതുപോലെ പെൻഡിങ് ആയിരുന്നു കേട്ടോ. ഇത് ടെറാക്കോട്ട ആണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ബീഡ്സും കുറച്ച് ഷേപ്പുകളും ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രീ ടൈമിൽ ഞാൻ ഇങ്ങനത്തുള്ള വല്ല പരിപാടികൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞാനിതുപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പം നമുക്ക് കളർ അടിക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് പെയിൻറ്റും വേസ്റ്റ് ആകത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അതിനകത്ത് പെയിൻറ്റ് വേസ്റ്റ് ആയി എന്നുള്ളത്, ഇല്ല, അത്രയൊന്നും ഇല്ല കേട്ടോ. കുറച്ച് മാത്രമേ ഉള്ളൂ പെയിൻറ്റ് വേസ്റ്റ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ നമുക്ക് ഉണക്കിയെടുക്കാനും പറ്റും, പിന്നെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഈ സംഭവങ്ങളൊക്കെ നമുക്ക് അത് ഇളക്കുന്നത് എളുപ്പമാണ്, എന്നാൽ കൂടിയും കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിൾ. ഇതുപോലെ കയ്യിലെടുത്തൊന്ന് പെയിൻറ്റ് അടിക്കുമ്പോൾ കയ്യിലൊക്കെ പറ്റുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളത്.
അതായിരിക്കും കുറച്ചും കൂടി എനിക്കും ഇഷ്ടപ്പെടും. ഇതിലിപ്പോൾ നമ്മൾ 2 കളർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്ന് യെല്ലോ കളറും ഒന്ന് ഗ്രീൻ കളറും. പിന്നെ ബാക്കി ഞാൻ ഇതടിച്ചപ്പോൾ തന്നെ ഞാൻ മടുത്തു. പിന്നെ വിചാരിച്ചു ബാക്കി പിന്നീട് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഞാൻ മടക്കി വെച്ചു. അതിനുശേഷം നൈറ്റിൽ ഞാൻ ഡിന്നർ കഴിക്കുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ ചപ്പാത്തിയും കറിയും ഒരു മുട്ടയും കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് TV ഒക്കെ കണ്ട് ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് ജസ്റ്റ് എന്നിട്ട് നമ്മൾ പോയി കിടക്കുവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.